എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? എന്താണ് ദൈവത്തിന്റെ അനുകൂലത? എന്താണ് ഫേവർ? ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഈ ഒരു മനുഷ്യന്റെ മേളിൽ, ഒരു കുടുംബത്തിന്റെ മേളിൽ ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ എഫർട്ട്ലെസ് ആയിട്ട്, എഫർട്ടുകളില്ലാതെ കടന്ന്, ചിലർ പറയത്തില്ല, ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് അധ്വാനിച്ച് എൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യാഗമാക്കി വയസ്സ് 60 ഇതുവരെ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നവരെ കേട്ടിട്ടില്ലേ? അതൊക്കെ വ്യക്തിപരമായ എഫോർട്ടുകളാണ്. അത് ഇടണ്ടെന്ന് ദൈവം പറയുന്നില്ല. അധ്വാനിക്കാൻ തന്നെയാണ് മനുഷ്യരോട് ദൈവം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദൈവത്തിന്റെ അനുകൂലത ഇതൊന്നുമല്ല. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ വാക്ചാതുര്യങ്ങൾ കൊണ്ട് ഞാനൊരു കാര്യം നേടിയെടുക്കാൻ പോയി അത് പിടിച്ചോണ്ട് വരുന്നതും, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ പ്രസാദം എനിക്കുണ്ടായിട്ട് ഞാൻ ഒന്നും ചിന്തിക്കാതെ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം എനിക്ക് ആ വഴി തുറന്നു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശു കർത്താവിനെയും തള്ളിപ്പറഞ്ഞ് വീണ്ടും പഴയ പടകും വലയും എടുത്ത് ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ തിബിരിയാസിന്റെ കടൽക്കരയിൽ കനലിൽ ചുട്ട അപ്പവും മീനുമായി ആ ശിഷ്യന്മാരെ യേശു കാത്തു നിന്നു. ശിഷ്യന്മാർ അറിയുന്നില്ല ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബിരിയാസ് കടൽക്കരയിൽ വന്നിട്ടുണ്ടെന്നും അത് യേശു കർത്താവാണ് എന്നും അവർക്കറിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒറ്റ മത്സ്യത്തെ പോലും ലഭിക്കാതെ, ഒറ്റ മീൻ പോലും കിട്ടാതെ ഈ ശിഷ്യന്മാർ വല കഴുകുന്ന സമയത്ത് തിബരിയാസിന്റെ കടൽക്കരയിൽ നിന്നുകൊണ്ട് നസറയനായ യേശു അവരോട് ചോദിക്കുകയാണ്, മൈ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവര് പറഞ്ഞു, നത്തിങ്, ഒന്നുമില്ല. ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? അതുമില്ല. എന്നാ പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശാൻ പറഞ്ഞപ്പോൾ ആ വാക്കനുസരിച്ച ശിഷ്യഗണങ്ങൾ, വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു. 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. നിങ്ങൾ എന്നെ മാത്രം നോക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടോന്നൊന്ന് ബൈബിൾ കൊണ്ടുവരാത്തര് നിങ്ങൾക്ക് വേണ്ടി, ബൈബിൾ കൊണ്ടുവരാത്തവർക്ക് വേണ്ടിയാണ് അതവിടെ വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല. 153 വലിയ മീൻ, പറഞ്ഞു വലിയ മീൻ. അപ്പം യാക്കോബും പത്രോസും കാനായിലെ നഥനയേലും യോഹന്നാനും ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ വല പൊക്കിയിട്ടും പൊക്കാൻ പറ്റാത്ത നിലയിൽ ഇത് ഫുള്ളായി. വല നിറച്ചും മീൻ. ഈ മീൻപിടുത്തക്കാരുടെ കയ്യിൽ പല തരത്തിലുള്ള വലയുണ്ട്. മണിവലയുണ്ട്, കൈവലയുണ്ട്, വീശുവലയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വലയുണ്ട്. ആറ്റിലെറിയുന്ന വലയല്ല കടലിലെറിയുന്ന വല, കടലിലെറിയുന്ന വലയല്ല കൈത്തോട്ടിലെറിയുന്ന വല. ഇവർക്കറിയാം ഈ വല ഇവിടെ ഇട്ടാൽ ഇവിടെ ഇത്ര കയറാനേ സാധ്യതയുള്ളൂ, അതിനനുസരിച്ചാണ് എറിയുന്നത്. ഇവരുടെ ചിന്തയ്ക്കും ഇവരുടെ കപ്പാസിറ്റിക്കും ഒത്ത വലയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഇത്രേ എൻ്റെ വലയ്ക്കകത്ത് കയറും, ഇതിനപ്പുറം തിരിയുന്ന ഒരു സാധനം കിട്ടുകയില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് അവർ ആ വലയുമായി പോയത്. പക്ഷേ യേശു കർത്താവ് അവർക്ക് മത്സ്യം കൊടുത്തപ്പോൾ ആ വല പൊക്കാൻ പറ്റിയില്ല. വളരെ മീൻ നിറഞ്ഞു, വല കീറിയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ നെറ്റ് പൊട്ടി ഈ മീൻ ഇറങ്ങി പോകേണ്ടതാ. ഒരു മീൻ ഇറങ്ങിപ്പോയാൽ അതിന്റെ പുറകെ എല്ലാം ഇറങ്ങിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? ഒരുത്തൻ ഇറങ്ങിപ്പോയാൽ അതിന്റെ പുറകെ എല്ലാം ഇറങ്ങിപ്പോകും. അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല, നെറ്റ് പൊട്ടിയില്ല, ഒരെണ്ണവും മിസ്സായി വെളിയിൽ പോയില്ല.
ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, കർത്താവ് തന്നതൊന്നും പോകാനല്ല. ദൈവമാണ് നിനക്ക് തലമുറയെ തന്നതെങ്കിൽ അത് നഷ്ടപ്പെടുകയില്ലെന്ന് വിശ്വസിക്കണം. ദൈവമാണ് നിനക്ക് ശുശ്രൂഷ തന്നതെങ്കിൽ അത് തകർന്നു പോകുകയില്ലെന്ന് വിശ്വസിക്കണം. ദൈവമാണ് നിനക്ക് കുടുംബം തന്നതെങ്കിൽ അതിനെ തകർക്കാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയണം. എന്റെ ദൈവമാണ് എനിക്കത് തന്നതെങ്കിൽ, എന്റെ കർത്താവിന്റെ കരമാണ് ആ വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെങ്കിൽ നഷ്ടപ്പെടുകയില്ല. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ ദൈവം തന്നതൊന്നും നഷ്ടപ്പെടില്ല. പറഞ്ഞേ, ദൈവം തന്നതൊന്നും നഷ്ടപ്പെടില്ല. പിന്നെ ഇതിനെ നഷ്ടപ്പെടുത്താൻ കഴിയും. ഇതിനെ നഷ്ടപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാൻ ദൈവം തന്നാൽ, സ്വർഗത്തിലെ അപ്പൻ തന്നാൽ ഇത് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ അഭിഷേകത്തിന് ശത്രുക്കളില്ല. നിങ്ങളുടെ മേളിൽ ദൈവം പകർന്നിരിക്കുന്ന അനോയിന്റിങ്ങിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പവറും അതോറിറ്റി ഉലകത്തിലില്ല. പിന്നെ ഇതിനെ കൊണ്ട് കളയാൻ, നശിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ ഒരാളെ ഉള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വല കർത്താവ് ആ മീനെ തന്നതെങ്കിൽ അത് കീറുകയില്ല, ആ മീൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല. പക്ഷെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്ക് വള്ളം ചരിച്ച് കളയാൻ പറ്റും, മീനെ എടുത്ത് കളയാൻ പറ്റും. അങ്ങനെ ചെയ്യരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എഫോർട്ട്ലെസ് ആയിട്ട് 153 വലിയ മത്സ്യം അതിനകത്ത് വന്ന് കയറി. വലിയ മത്സ്യം വന്ന് കയറി, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടില്ല. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. യഹോവ എസ്തേറിനോട് കൂടെ ഇരുന്നു. യഹോവ അബ്രഹാമിനോട് കൂടെ ഇരുന്നു. ഞാൻ ഈ പറഞ്ഞവരൊക്കെ ദൈവത്തിന്റെ അനുകൂലത അനുഭവിച്ചവരാണ്. എസ്തേർ എന്ന് പറഞ്ഞ സഹോദരിയുടെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. അവളെ കാണുന്നവർക്കൊക്കെ പ്രീതി തോന്നുമായിരുന്നു. എല്ലാവരും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ചിലരുടെ മേളിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. കൈയടിക്കാനല്ല ഞാൻ പറഞ്ഞത്. Pray in the spirit. എസ്തേർ എന്ന ലിസൺ ടു മീ, എന്നെ നോക്കി. എസ്തേർ എന്ന സഹോദരിയുടെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. എസ്തേർ ആരായിരുന്നു? എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എടുത്തു വളർത്തിയതാണ് ആ കുട്ടിയെ. അവളൊരു അനാഥ പെൺകൊച്ചായിരുന്നു, അപ്പനും അമ്മയില്ലാത്തവളായിരുന്നു. ആ അനാഥ പെൺകുട്ടിയായ എസ്തേറിന്റെ മേളിൽ അപ്പനില്ല, അമ്മയില്ല എങ്കിലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂടെ നിൽക്കാൻ ആരോരുമില്ലെങ്കിലും ദൈവം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഉടനീളം എസ്തേറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവളെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രീതി തോന്നും. ആ പ്രീതി എന്ന വാക്കിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഫേവർ എന്ന പദമാണ്. അവളെ നോക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം അവളോടൊരു ഇഷ്ടം തോന്നും. എങ്ങും അവൾ റിജക്റ്റഡ് ആകുകയില്ല. അപ്പനില്ല, അമ്മയില്ല, എടുത്തു വളർത്തിയതാണെങ്കിലും ദൈവത്തിന്റെ ഫേവർ, അനുകൂലത അവളുടെ മേലുണ്ടായിരുന്നു. ഒരു ദിവസം അഹശ്വേരോശ് രാജാവ് തന്റെ സന്നിധിയിൽ എസ്തേറിനെ കാണാൻ വിളിച്ചു. അവൾ രാജസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോ രാജാവ് തന്റെ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. ആ സമയത്ത് അവിടുത്തെ കസേരയിൽ വസ്തി എന്ന പേരുള്ള ഒരു രാജ്ഞി ഇരിപ്പുണ്ട്. ആ വസ്തിയെ രാജാവ് ചെയറിൽ നിന്ന് മാറ്റിയിട്ട് എസ്തേറിനെ അവിടുത്തെ രാജ്ഞിയാക്കി മാറ്റി. ഞാൻ വെറുതെ ഒരു കഥ പറയാൽ, ഇത് ചരിത്രമാണ്. ഇപ്പോഴീ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ആ പേർഷ്യൻ രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ അവിശ്വാസിക്ക് പോലും അറിയാവുന്ന ചരിത്രമാണ് ഇതൊക്കെ. ഹല്ലേലൂയ. ഒറ്റ സെക്കൻഡ് കൊണ്ട് അനാഥ പെൺകുട്ടി ഒരു രാജ്യത്തിന്റെ ഫസ്റ്റ് ലേഡി ആകുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട്. വോട്ടില്ല, ബാലറ്റ് പേപ്പർ ഇല്ല, ഇലക്ഷൻ ഇല്ല, തീരുമാനമില്ല, കമ്മിറ്റി ഇല്ല, കനാഞ്ചി ഇല്ല. ഒരുത്തന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ അവന്റെ ചരിത്രത്തെ ഒരു ദിവസം കൊണ്ട് തിരിക്കാൻ കഴിയുന്ന ദൈവം, മെഹീബോശത്തിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ജോസഫിന്റെ സഹോദരങ്ങൾ മുഴുവൻ ജോസഫിനോട് അസൂയായിരുന്നു. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. തന്റെ സ്വന്തം സഹോദരങ്ങൾ അസൂയ നിമിത്തം പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു.
പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫ് നോക്കാൻ മേളിലോട്ടേ നോക്കാനുള്ളൂ, നിലവിളിക്കുകയാണ്. അന്ന് രാത്രിയിൽ സഹോദരന്മാർക്ക് സ്വസ്ഥത വന്നില്ല. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തിട്ട് മിസ്രൈമ്യർക്ക് അടിമയായി വെള്ളിക്കാശിന് വിറ്റു. മിസ്രൈമ്യ അടിമ ചന്തയിൽ വസ്ത്രരഹിതനായി വിൽക്കുവാൻ നിൽക്കുന്ന ആളുകൾ, വിലക്ക് മേടിക്കാൻ നിൽക്കുന്ന ഒരു അടിമയായി ആ മാർക്കറ്റിൽ ജോസഫ് നിൽക്കുമ്പോഴും, ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ദൈവം ജോസഫിന് അനുകൂലമായിരുന്നു. ചിന്തിക്കരുത് ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ കരുണ നിങ്ങളെ വിട്ടുപോയെന്ന്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. അവന്റെ ദയോ ജീവപര്യന്തമുള്ളത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് is favor for ever. That is an everlasting one. മോശെ, നിന്നെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ, ദൈവത്തിന് മോശെ നിന്നോട് സ്നേഹമാണെങ്കിൽ, ഇനി ഏതൊക്കെ ഫറവോയല്ല ആരൊക്കെ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും, നിന്റെ ശവടക്ക് വരെ നടത്തിയിട്ടേ ദൈവം തിരിച്ചു പോകത്തുള്ളൂ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ദാവീദേ, ലോകം മുഴുവൻ നീ വ്യഭിചാരിയാണ്, നീ പാപിയാണെന്ന് വിധി എഴുതുമ്പോഴും, നീ വീണുപോയവനെന്ന് മുദ്ര കുത്തുമ്പോഴും, നിന്റെ മനസ്സാക്ഷി പോലും നിന്നോടത് പറയുമ്പോഴും എന്തോ തമ്പുരാന്റെ ചങ്കിനകത്ത് നിന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. നിന്നോട് ദൈവത്തിനൊരു പ്രിയം ഉണ്ടായിരുന്നു. ആ പ്രിയത്തിന്റെ പേരാ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനുകൂലത. ഹല്ലേലൂയ. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നെടുത്ത് അടിമച്ചന്തയിൽ നിർത്തുമ്പോഴും, മിസ്രൈമ്യർക്ക് വിൽക്കുമ്പോഴും, മിസ്രൈമിലെ വീട്ടിലെത്തിയ ശേഷം പൊത്തീഫറിന്റെ ഭാര്യയുടെ ആഗ്രഹ അഭിലാഷങ്ങൾ സാധിക്കാതെ വന്ന് ജോസഫിനെതിരെ കള്ളക്കഥകളും കള്ളപ്രചരണങ്ങളും നടത്തി തന്നെ കൽത്തുറുങ്കിൽ അടയ്ക്കുമ്പോഴും യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഉറക്കെ പറയുകയാണ്, at any situations, at any circumstances you are facing today, the Lord Almighty is with you. The mighty God is with you. സർവശക്തനാകുന്ന ദൈവം, സർവജ്ഞാനിയാകുന്ന ദൈവം, സർവവല്ലഭനാകുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പൊട്ടക്കിണർ നിങ്ങളുടെ അവസാനമല്ല. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മിസ്രൈമി അടിമച്ചന്ത നിങ്ങളുടെ അവസാനമല്ല. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കള്ളക്കഥകളുടെയും ആരോപണങ്ങളുടെയും കാരാഗ്രഹം നിന്റെ അവസാനമല്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന ഒരു ചെയറുണ്ടല്ലോ, നീ സ്വപ്നത്തിൽ കണ്ട, ദർശനത്തിൽ കണ്ട ഒരു വെളിപ്പാടുണ്ടല്ലോ, നിന്റെ വെളിപ്പാടിൽ നിന്റെ ദർശനത്തെ പൂർത്തീകരിച്ച് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്റെ ദൈവം എത്തിച്ചിരിക്കും. അത് ദൈവത്തിന്റെ ഫേവറാണ്. അനാഥ പെൺകുട്ടിക്ക് ഒരു രാജ്യത്തിന്റെ രാജ്ഞിയാകാൻ കഴിയുമോ? പക്ഷെ ദൈവമാക്കി. സ്വന്തം കുടുംബക്കാരും വീട്ടുകാരും വരെ എഴുതി തള്ളി സ്വന്തം അപ്പനോട് തന്റെ സഹോദരൻ മരിച്ചുപോയി എന്ന വാർത്ത അറിയിച്ച് അപ്പനോടും അമ്മയോടും നോ മോർ ജോസഫ്, ജോസഫ് ഇല്ല, അവൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ആടിന്റെ ചോര ഉടുപ്പിൽ പുരട്ടി കൊണ്ടുവന്ന് കാണിച്ച് ജോസഫ് മരിച്ചു എന്ന് പറഞ്ഞെടുത്ത്, തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞെടുത്ത്, അതേ സഹോദരങ്ങളെ മിസ്രൈമിൽ സുഭിക്ഷിത ഉണ്ടായ, പ്രോസ്പെറിറ്റി ഉണ്ടായ സമയത്ത്
ഇസ്രായേലിൽ നിന്ന് യാക്കോബിനെയും ജോസഫിന്റെ സഹോദരങ്ങളെയും ഇസ്രായേലിൽ കൊണ്ടുവരുമ്പോൾ സഹോദരങ്ങൾ വരുന്ന കാഴ്ച മട്ടുപ്പാവിൽ നിന്ന് ജോസഫ് കാണുമ്പോൾ അവർ ഗോതമ്പിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ജോസഫ് രാജ്യം ഭരിക്കുന്ന കാലത്ത് ജോസഫിനെ ആശ്രയിക്കാൻ കടന്നു വരുമ്പോൾ ബെന്യാമീനെ കണ്ടപ്പോൾ ചങ്ക് തകർന്ന് ഓടിപ്പോയി മുഖം ഭിത്തിയോട് ചേർത്ത് വെച്ച് ജോസഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പറഞ്ഞത് ഇതായിരിക്കും: എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. വഴിയോര കച്ചവടക്കാരനായ അബ്രഹാമേ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കാതെ ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവമനുഷ്യനെ, നിന്റെ സഹോദരി പുത്രനായ ലോത്തും കുടുംബക്കാരെയെല്ലാം നിനക്ക് കൈവശമായി കിട്ടിയ പ്രോപ്പർട്ടികൾ പോലും, വസ്തുക്കൾ പോലും നിന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത് ഒന്നുമില്ലാത്തവനായി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ യഹോവ നിനക്ക് പ്രത്യക്ഷമായിട്ട് പറഞ്ഞില്ലേ, അബ്രഹാമേ നീ എഴുന്നേറ്റ് തലപൊക്കി നോക്ക്. ലോത്ത് കൊണ്ടുപോയതോ സോദോമ്യർ കൊണ്ടുപോയതോ കുടുംബക്കാർ കൊണ്ടുപോയതോ ഒന്നും നോക്കണ്ട. നീ എഴുന്നേറ്റ് തലപൊക്കി നോക്കുമോനെ. കിഴക്കോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്. നീ കാണുന്ന ഈ ഭൂമികളെല്ലാം ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്ന് എന്റെ ദൈവം വാഗ്ദത്തം ചെയ്തില്ലേ? ആര് വേണം വേറെ? ആരുടെ സപ്പോർട്ട് വേണം വേറെ? ദൈവത്തെ മുറുകെ പിടിച്ചോ, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചോ. ലോത്തിന്റെ മുഖത്ത് നോക്കി നിന്റെ ഒരു ചിരട്ടയോ ചരണോ പോലും എനിക്ക് വേണ്ട എന്ന് അബ്രഹാം പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം ഇട്ട ഒരു ടെസ്റ്റാണ്. ലോത്ത് മുഴുവൻ കൈവശപ്പെടുത്തി, നല്ല ഭൂമി കൈവശപ്പെടുത്തി, നീരോട്ടമുള്ളത് കൈവശപ്പെടുത്തി. അബ്രഹാമിന് ഒന്നും ലഭിക്കാതെ ഇറങ്ങുമ്പോൾ അബ്രഹാം പറഞ്ഞു, ഐ നോ നീഡ് എനിത്തിങ് ഫ്രം യു. എനിക്ക് നിന്റെ പക്കൽ നിന്നൊന്നും വേണ്ട, നീ തന്ന കുറഞ്ഞു പോകുമോനെ. അബ്രഹാം ഇറങ്ങിയപ്പോ ദൈവം പറയുകയാണ്, മനുഷ്യനിൽ നിന്ന് ലഭ്യമാകേണ്ട ചിലത്, തട്ടിയെടുക്കേണ്ട ചിലത് വേണ്ടെന്ന് വെച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇനി നിന്റെ കയ്യിൽ ഒരു പ്രമാണമല്ല, ഈ ഭൂമി മുഴുവനും ഞാൻ ഇന്ന് ഈ ലൈവിൽ കാണുന്നവരോടും ഇതിനകത്തിരിക്കുന്നവരോട് പറയുന്നു, ദൈവത്തിൽ ആശ്രയിച്ചോണ്ട് ചിലതൊക്കെ വിട്ടുകൊടുക്കുന്നവർ വിജയിക്കും. പിടിച്ചെടുത്തവർ മാത്രമല്ല ശക്തന്മാർ. ദൈവത്തിൽ ആശ്രയിച്ച് ചിലതൊക്കെ വിട്ടുകൊടുത്തില്ലേ? എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്, എന്നെ എന്റെ മക്കളെ ദൈവം കരുതിക്കോളും, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്റെ ദൈവം നോക്കിക്കോളും, എനിക്ക് വേണ്ടത് എന്റെ ദൈവം എനിക്ക് തന്നോളും എന്ന് വിശ്വസിച്ച് ചിലത് ഇറങ്ങി തിരിച്ചില്ലേ? എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ മാനിക്കും.